ഏറെ ദുഃഖകരമായ വാർത്തയാണ് നെടുവങ്ങാട് നിന്നും വരുന്നത്. 10 മാസം പേറ്റുനോവിൽ കാത്തിരുന്ന നിരഞ്ജന എന്ന അമ്മ, ഒരു കുഞ്ഞിക്കാല് കാണാൻ കാത്തിരുന്ന ബിനിൽ എന്ന പിതാവ്, അവരുടെ കൈകളിലേക്കാണ് നവജാത ശിശു മരണപ്പെട്ട് ആ ആശുപത്രി അധികൃതർ കൈമാറുന്നത്. എത്രമാത്രം വേദനാജനകമായ വാർത്തയാണ്. സാധാരണ സംഭവിച്ചല്ല, ഒരു ചികിത്സാ പിഴവ് കാരണം സംഭവിച്ചു എന്നതാണ് ഗൗരവതരമായ ആരോപണം. നാട്ടിലെ അതിസമ്പന്നന്മാർ പോലും സർക്കാർ ആശുപത്രികൾ ചികിത്സയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞൊരു മുഖ്യമന്ത്രി നമ്മൾ കേട്ടിട്ടുണ്ട്. പ്രസവം നിർത്തിയവർ സർക്കാർ ആശുപത്രിയിലെ സൗകര്യങ്ങൾ കണ്ട് വീണ്ടും പ്രസവിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറയുന്ന ആളുകളെയും നമ്മൾ സർക്കാരിൽ നിന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ PR വാദങ്ങളുടെ മറുഭാഗമാണ് നമ്മൾ നെടുവങ്ങാട് എന്ന് കേൾക്കുന്നത്. ഒറ്റപ്പെട്ട സംഭവമാണോ? ഒരിക്കലുമല്ല. നെടുവങ്ങാട് ആശുപത്രിയിൽ തന്നെ നമ്മൾ ഈ ആഴ്ചകളിൽ എത്ര വാർത്തകൾ കേൾക്കുന്നു. ഹൃദയം പൊട്ടി മരിച്ച വേണു നിൽക്കുന്നു. ഗൈഡ് വയറുമായി ജീവിക്കുന്ന യുവതി നമ്മുടെ മുന്നിലുണ്ട്. ഫോർസെപ്സ് അകത്ത് കുടുങ്ങി ജീവിത ദുരിതം പേറുന്ന ഹർഷീന നമ്മുടെ മുന്നിലുണ്ട്. അങ്ങനെ എത്ര മനുഷ്യരാണ് നമ്മുടെ കൺമുന്നിൽ തന്നെ വന്ന് നിറയുന്നത്. അപ്പോഴും PR വാദങ്ങൾക്ക് മാത്രം ഒരു കുറവുമില്ല. എന്തായാലും ഏറ്റവും ഒടുവിലെങ്കിലും ഈ ഡോക്ടർക്കെതിരെയെങ്കിലും നടപടി എടുക്കാൻ തീരുമാനിച്ചത് നല്ല കാര്യം. ഇനി ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രത്യാശിക്കാൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. കാരണം സാധാരണക്കാർക്ക് ഇത്തരം അവകാശങ്ങൾ തട്ടിമാറ്റപ്പെടുകയാണല്ലോ സർക്കാർ സംവിധാനങ്ങളിൽ നിന്ന് പോലും. അവർക്ക് പരാതിപ്പെടാനും മാത്രമേ കഴിയുന്നുള്ളൂ. അതാണ് നമ്മളിപ്പോൾ